എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വീട്ടിലെ സെക്കൻഡ് ഡേ ആണ്. ഉറക്കം നല്ല അടിപൊളിയായിരുന്നു, കാരണം നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് നല്ല സൂപ്പർ ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നമ്മൾ നേരെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ലൊരു ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് റെഡിയായിട്ട് രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ എന്നാലും പോണ വഴിക്ക് നമ്മളുടെ ബോൾഗാട്ടി പാലസിൻ്റെ അവിടെ എത്തി. ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് തെളിഞ്ഞൊക്കെ നടന്നു. എനിക്ക് ഊട്ടിപ്പൂ തപ്പണമായിരുന്നു, പക്ഷേ എനിക്ക് ഊട്ടിപ്പൂ ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. എനിക്കത് കിട്ടാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നോക്കി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. സബർജലി കുറേ നാളായി കഴിച്ചിട്ട്, അതൊരെണ്ണം മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു തൊപ്പി മേടിക്കാനാണ് ഈ കടയിലൊക്കെ കയറിയത്. സബർജലി തിന്നണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു, സെറി കഴിക്കണം. അങ്ങനെയൊക്കെ കൊണ്ട് അതുകൊണ്ട് ഞാൻ പൊതിഞ്ഞ് കാറി കയറി. പിന്നെ നേരെ ഞങ്ങൾ കഠിനമായ വിശപ്പായതുകൊണ്ട് നേരെ ഒരു ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ തപ്പി അന്ന് ചടയപ്പടന്ന് പോയി. രാവിലെ എന്നിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ഇറങ്ങിക്കോ. നല്ല വീടും നല്ല തിരക്കും. പ്രധാന ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഊട്ടിയിൽ നമുക്ക് ഫുഡിനൊക്കെ കമ്പാരിറ്റീവ്ലി നല്ല വിലയാണ്. അപ്പോൾ എനിക്ക് പിന്നെ അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാൻ തോന്നിയില്ല. ഞാൻ പൂരിയാണ് മേടിച്ചത്. പക്ഷേ ഈ പൊങ്കൽ ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്താണെന്നറിയോ, നമ്മളുടെ ഈ ഇഡലിയൊക്കെ ഇങ്ങനെ പരിപ്പ് വെച്ചിട്ട് ചോറും പരിപ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംതിങ്. അതാണ് പൊങ്കൽ. ലൈക്കിട അത് മോശമല്ല, പക്ഷെ നല്ലതാണ്. മോശമല്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ അടിപൊളി പൂരി തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് എണ്ണയൊന്നും ഇല്ലാണ്ട് അടിപൊളി സാധനമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ വെയിലിച്ച് പറഞ്ഞിട്ടുണ്ടോ. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ ഊട്ടിയുടെ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാരണം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത്. വെയിലൊന്നും ഇല്ലാണ്ട് നല്ല കൂളിംഗ് ആയിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല വെയിലുണ്ട് ഗൈസ്, ബട്ട് നല്ല തണുത്ത കാറ്റുണ്ട്. സെന്റ് സ്റ്റീഫൻ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല വെയിലാട്ടോ. അവിടെ നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റൊക്കെ കിട്ടി. പിന്നെ നേരെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ നല്ലൊരു കാഴ്ച കാണുന്നൊരു ഫീലായിരുന്നു. കാരണം നല്ല ക്ലൈമറ്റും കൂളിങ്ങും നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടെ കിടന്ന് തിരക്കാരൊക്കെ നടന്നു, ഫോട്ടോയൊക്കെ എടുത്തു. തിരിച്ച് പെട്ടെന്ന് കയറി. വെയിൽ വന്ന് തുടങ്ങിയായിരുന്നു. നമ്മൾ ബ്ലോക്കിൽ പെട്ടെടുക്കാം. ഭയങ്കര ബ്ലോക്കാണ്. പൈൻ ഫോറസ്റ്റിലേക്ക് ഇറങ്ങാൻ നല്ല രസമായിരുന്നു. പക്ഷേ കയറി വന്നപ്പോൾ ഊപ്പാട് ഇളകി, കാരണം നല്ല കയറ്റമായിരുന്നു. അത് കഴിഞ്ഞ് അത് മാറ്റാനാണ് നമ്മൾ ഈ ബിരിയാണി കഴിക്കാൻ വന്നത്. അടിപൊളി ബിരിയാണി ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുട്ടയുള്ള ബിരിയാണിയാണ്. നമുക്കിവിടെ ഒരു സ്റ്റാൻഡ് കിട്ടി. ബിരിയാണി ഫുൾ ഫിനിഷ് ചെയ്തു. ഗൈസ്, നമ്മൾ മോഡീസ് സംതിങ് കോൾഡ് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോവുക. ഇവിടെ വീണ്ടും ഇപ്പം നല്ല ട്രാഫിക് ആയിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് കടയിൽ തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഇറങ്ങാനായപ്പോഴേക്കും
ഫുള്ളും വീണ്ടും വീണ്ടും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് കാര്യം ഇവിടുത്തെ ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടു, കുറച്ച് ഞാൻ മേടിച്ചു. ഇത് സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതടിപൊളിയായിരുന്നു. എനിക്ക് സാധനമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ വില ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ഈ ചോക്ലേറ്റ് ഒന്നും മേടിച്ചില്ല. അതിൽ നിന്ന് കുറച്ച് ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് 50 ഗ്രാമിൻ്റെ വീതം ഞങ്ങൾ മേടിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടേ തോന്നും. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ വിശാൽ കണ്ടത് ഗൈസ്. നമ്മുടെ നാട്ടിൽ ചെന്നൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ ഞാൻ കൂടുതൽ വിശാൽ കണ്ടിട്ടുള്ളൂ. അത് വെച്ചാൽ പുറത്തേക്ക് പോയി ഊട്ടിയുടെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടി. കാരണം ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഇത് ശരിക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി ഞങ്ങൾ ഇത്തിരി ടയേർഡൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഡേ അത്രയും ഇല്ലെങ്കിലും കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു പോയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും നന്നായിട്ട് ഉറക്കമുണ്ടായിരുന്നു. ഫുഡ് ഞങ്ങൾ മേടിച്ചിട്ട് നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് മന്തിയൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. ബൈ ഗൈസ്.